ഹലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡ് സെമിസ്റ്ററിലെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞു. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അസസ്മെന്റ് എന്താണ്, അതുപോലെ എന്താണ് മെഷർമെന്റ്, ഇവാലുവേഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലെ. ടൈപ്സ് ഓഫ് അസസ്മെന്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞുപോയി. പിന്നെ എന്താ, അസസ്മെന്റിന്റെ റോൾസുകൾ പറഞ്ഞു അല്ലെ. അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് അല്ലെ. ഇങ്ങനെ 3 റോൾസ് മെയിൻ ആയിട്ട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. മെയിൻ ആയിട്ട് എസ്സേക്കൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുന്നിലുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ടൈപ്പ് ഓഫ് അസസ്മെന്റ് നോക്കുമ്പോൾ യൂഷ്വലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് 2 ടൈപ്സ് ആണ്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ വേറെ ചില ടൈപ്സുകളും കൂടെ പഠിക്കാനുണ്ട്. ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ടൈപ്സ് വീണ്ടും വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ മെയിൻലി നോക്കുമ്പോൾ അസസ്മെന്റിന് ഒരു ഔട്ടർ ലുക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു ഓവറോൾ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ്, അസസ്മെന്റ് മെയിൻലി 2 ടൈപ്സ് ആയിട്ടാണ് വരിക, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് അസസ്മെന്റ്, പർപ്പസ് ഓഫ് അസസ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ്. ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ടൈപ്പ് ഓഫ് അസസ്മെന്റ് പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്സ് ആണുള്ളത്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഫസ്റ്റ് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഫസ്റ്റ് മീനിങ്ങും ഡെഫിനിഷനും പഠിക്കണം. അതുപോലെ തന്നെ ഫോർമേറ്റീവ് അസസ്മെന്റിന് നമുക്ക് എന്ത് വേണം, മീനിങ്ങും ഡെഫിനിഷനും വേണം. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്ന ഒരു ഔട്ടർ ലുക്ക് തന്നു കഴിഞ്ഞു അല്ലെ, എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ്, എന്താണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്നുള്ളതിന്റെ ഒരു ഔട്ടർ ലുക്ക് തന്നു കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം അല്ലെ. അസസ്മെന്റ് മെയ്ഡ് അറ്റ് ദ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഗ്രോത്ത് ഈസ് കാൾഡ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, ആ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരു കുട്ടിയെ അസസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയും. ഫോർമേറ്റീവ് അസസ്മെന്റ് മെയിൻലി എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റുഡൻസിന്റെ ലേണിംഗ് പ്രോഗ്രസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റിനെ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ആണ് വരിക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിന്റെ മെയിൻ എയിം, ലേണിംഗ് പ്രോഗ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ലേണിങ്ങിന് എത്രത്തോളം വന്നിട്ടുണ്ട്, എത്രത്തോളം കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡീമെറിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇംപ്രൂവ് ചെയ്യുക. ആ ഒരു എയിം വെച്ചിട്ടാണ്, ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് മെയിൻലി ഫോർമേറ്റീവ് അസസ്മെന്റ് നടക്കുക. ഓക്കെ. അസസ്മെന്റ് മെയ്ഡ് അറ്റ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഗ്രോത്ത്, അതായത് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഡിഫറെന്റ് സ്റ്റേജസുകളിലായിട്ട് നടക്കുന്ന അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. Formative assessment aims to improve students' learning and is not useful in grading students on the basis of their learning achievement. മെയിൻ ആയിട്ട് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് നടക്കുന്നത്. അല്ലാതെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, A+ കൊടുക്കുക, അല്ലെങ്കിൽ A കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കുക, അല്ലെങ്കിൽ ആളുടെ എന്താ ടോട്ടൽ ആ ഈ ഒരു ഇയറിലെ അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു സെമിസ്റ്ററിലെ എത്രത്തോളം ആൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു കോഴ്സിന്റെ എൻഡിൽ നമ്മൾ അസസ് ചെയ്യുന്നതിനെ അല്ല ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് സെമിസ്റ്റർ ഒക്കെ എന്ത് ചെയ്യുക, ആളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഇത് അതിന്റെ മീനിങ് ആണ് അല്ലെ. എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ളതിന്റെ മീനിങ് ആണ്. നമുക്ക് എന്ത് വേണം, ഒരു ഡെഫിനിഷൻ വേണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ ഗ്രൗണ്ട് ലൈൻ പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കോൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആള് എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. The evaluative technique used to monitor the learning progress during instruction and to provide continuous feedback to both people and teacher concerning learning success and failure. അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്, സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിലാണല്ലേ. അതായത് സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റുഡന്റിന്റെ ലേണിങ്ങിലുള്ള ഡ്രോബാക്കുകൾ അല്ലെങ്കിൽ ലേണിങ്ങിലുള്ള ഫെയിലിയേഴ്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ടീച്ചേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരിക, ടീച്ചറിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും,
ടീച്ചറിന്റെ ടീച്ചിങ്ങിന്റെ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ ലെവൽ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം. എങ്ങനെയാ, നമ്മൾ 1-2 സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതൊക്കെ കിട്ടിയില്ല. 3ാമതൊരു സ്റ്റുഡന്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ കുട്ടികൾക്ക് ഈ 2 കുട്ടികൾക്ക് ലേണിംഗിൽ എന്തോ ഒരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീടീച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. ഇനി നമ്മൾ ക്ലാസ്സിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർക്കും കിട്ടിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കുട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കുട്ടികൾക്ക് നമ്മൾ എടുക്കുന്ന മെത്തേഡിലാണ് പ്രശ്നം, അതായത് നമ്മുടെ ടീച്ചിങ്ങിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചിങ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അതുപോലെ തന്നെ അതാണ് ഈ മെയിനായിട്ട് ഈ ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് മെയിനായിട്ട് വരുന്നത് എന്താണ്, ഒരു ലേണിങ്ങിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ പ്രോഗ്രസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അതിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുക കേട്ടോ. സോറി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ ആ ഒരു പീരീഡില് എന്താണ്, ലേണിംഗ് പ്രോഗ്രസ്സുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുക. ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യൂലേ. എങ്ങനെയാ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ കുട്ടിക്ക് അത് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പറയും, ഒന്നുകൂടെ അവരെ എൻകറേജ് ചെയ്യൂല, മോട്ടിവേറ്റ് ചെയ്യും. പറഞ്ഞോ കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യൂല. അപ്പൊ ആളെന്ത് ചെയ്യും, ഒരു ആൻസർ പറയും. നമ്മൾ അതിനെന്ത് ചെയ്യും, ചെറിയ രീതിക്ക് ഫീഡ്ബാക്ക് കൊടുക്കൂലെ. വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനോട് തന്നെ കുട്ടിക്ക് ലേണിംഗിൽ നല്ല ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് അല്ലെ. ടീച്ചറും അതുപോലെ തന്നെ ടീച്ചറിന്റെ ലേണിംഗ് എഫക്റ്റീവ് ആണോ, ടീച്ചിങ് എഫക്റ്റീവ് ആണോ എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് put to the students during classroom instruction, home assignment given to students every day to test how far students have understood what have been taught in the class that day, weekly test or monthly test. എന്താ പറയുന്നത്, ടൂൾസ് ആണ് പറയുന്നത്. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് റൂമിൽ, അതായത് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഡ്യൂറിങ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിക്ക് ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിക്ക് എന്ത് ചെയ്യാം, ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്താം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസൈൻമെന്റോ കാര്യങ്ങളോ കുട്ടികൾക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എവറിഡേ അസൈൻമെന്റ്, ചെറിയൊരു ഹോംവർക്ക് പോലെയൊക്കെ നമ്മൾ കൊടുക്കൂലേ, അതൊക്കെ എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നതാണ് കേട്ടോ. വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അതൊക്കെ എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നത്, അതൊക്കെ ഒരു ചെറിയ പീരീഡിൽ നടക്കുന്നതാണല്ലേ. ഒരു മന്തിൽ ക്ലാസ് എടുത്തത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന പോർഷൻസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പോർഷൻസ് ആണ് അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ അസസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുക. അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഫോർമേറ്റീവ് ടെസ്റ്റ് ഇൻ എനി സബ്ജക്ട് ഓഫ് സ്റ്റഡീസ് ആർ യൂഷ്വലി ഡെവലപ്ഡ് ബൈ ദ ടീച്ചർ ഹു ഹാസ് ടോട്ട് ഇറ്റ് ടു ദ സ്റ്റുഡൻസ് അല്ലെ. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണോ ക്വസ്റ്റ്യൻ ഇടുക, അല്ല അല്ലെ. പക്ഷെ ഫോർമേറ്റീവ് അസസ്മെന്റിൽ ഏത് ടീച്ചറാണോ, യൂഷ്വലി എങ്ങനെയാണ് നടക്കാറ്, ഏത് ടീച്ചറാണോ കുട്ടിനെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ടീച്ചർ തന്നെയാണ് എന്ത് ചെയ്യുക, അതിനുള്ള ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇടുക. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നടക്കുന്നത്, കുട്ടിയുടെ ലേണിംഗിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ, നമ്മുടെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അത് ഏത് ടീച്ചറാണോ ക്ലാസ് എടുത്തിട്ടുള്ളത് ആ ടീച്ചർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ, എങ്ങനെയാണ് ആ കുട്ടിക്ക് ക്ലാസ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഫോർമേറ്റീവ് ടെസ്റ്റ് യൂഷ്വലി എന്താണ്, ആരാണോ സബ്ജക്ട് പഠിപ്പിച്ചിട്ടുള്ളത് ആ ടീച്ചേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, നടത്താറുള്ളത് കേട്ടോ. It helps the teacher to align his teaching to suit the intermediate need of learners by adopting necessary changes in his instructional methods and techniques. അല്ലെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ടീച്ചിങ്ങിന്റെ സമയത്ത് ചില ലേണേഴ്സിന് നമുക്ക് മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല അല്ലെ. ചിലര് ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും, ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് കേച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ കുറച്ച് ലേണിംഗിൽ കുറച്ച് പ്രോബ്ലം ഉള്ള ചില കുട്ടികൾ ഉണ്ടായിരിക്കില്ല. ലേണിംഗിൽ കുറച്ച് 1, 2, 3 തവണ പറഞ്ഞാണെങ്കിൽ കുറച്ച് മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ടൈപ്പ് കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ലേണേഴ്സിന്റെ എന്താണോ ലേണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്
അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സിലും ടൂൾസിലും ടെക്നിക്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആസ് എ ടീച്ചർ നമുക്ക് ചേഞ്ചസ് വരുത്താനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഫോർമേറ്റീവ് അസസ്മെന്റിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞാനൊരു കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പഠനത്തിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാം, ആ കുട്ടിയെ എങ്ങനെ ഒന്നുകൂടെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരിക. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ കുട്ടിയുടെ ഡെവലപ്മെന്റിനാണ് അല്ലെ, കുട്ടി ലേണിംഗിലായിക്കോട്ടെ, ഇനിയിപ്പം മേ ബി നമ്മുടെ പേഴ്സണാലിറ്റിയിലൊക്കെ ചെറിയ ചെറിയ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ടീച്ചേഴ്സിന് പറ്റൂല. അപ്പൊ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ നമ്മൾക്ക് ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷന് ആ ഒരു കറന്റ് ടൈമിൽ കുട്ടിയുടെ ആ ഒരു കറന്റ് ടൈമിലുള്ള ആ ഒരു പൊസിഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിക്ക് കുട്ടീനെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് ചെയ്യാറ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം നിങ്ങളുടെ എസ് ഒക്കെ എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയത് കൊണ്ട് മാത്രം നമുക്ക് TNT-യിൽ എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് മാപ്സും കൂടി യൂസ് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മൈൻഡ് മാപ്സും കൂടി യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് മാപ്പ് വെച്ചിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിൽ എന്താ അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാട്ടോ. ഫോർമേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, try to find whether students learning is as per the defined instructional objectives അല്ലെ. എന്താ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് എയിംസ് ഉണ്ടായിരിക്കും അല്ലെ, അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് എടുക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ എന്റെ എയിം എന്താ, എന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്താ, ഫോർമേറ്റീവ് അസസ്മെന്റ് സമ്മേറ്റീവ് അസസ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം. അതുപോലെ തന്നെ എന്താ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. അതാണ് ഇന്നത്തെ എന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമേറ്റീവ് ടെസ്റ്റ് നടത്താറ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, കുട്ടി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തു, ആൻസർ പറഞ്ഞു. കുട്ടി പ്രോപ്പർ ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, പ്രൊവൈഡിങ് ഫീഡ്ബാക്കിൽ നമ്മൾ വെരി ഗുഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്യാം, നല്ലതാണ്, നല്ല രീതിക്ക് ആൻസർ പറഞ്ഞു എന്നുള്ളൊരു എന്താ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ടീച്ചിങ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുട്ടി ആൻസർ പറഞ്ഞില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യണം അല്ലെ, കുട്ടിക്ക് മാത്രമാണോ അറിയാത്തത് അല്ലെങ്കിൽ വേറെയുള്ളവർക്കും അറിയോ, ഈ കുട്ടിയുടെ മാത്രം പ്രശ്നമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഏത് പോർഷനിലാണ് എന്ത് ഡൗട്ട് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യണം. അതായത് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തണം അല്ലെ, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ഓക്കെ, നമ്മളത് തിരിച്ചറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കുട്ടിക്ക് മാത്രം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒന്നുകൂടെ റീടീച്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ ക്ലാസ്സിൽ മൊത്തം പ്രശ്നമാണ്, അതായത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീച്ചിങ് മെത്തേഡിൽ ചേഞ്ചസ് വരുത്തണം അല്ലെ. അപ്പൊ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചിങ്ങിൽ കൊണ്ടുവരണം. അതായത് അണ്ടർടേക്കിംഗ് റെമഡിയൽ ടീച്ചിങ്. പിന്നെ എന്ത് ചെയ്യണം, റെമഡിയൽ ടീച്ചിങ് നടത്തിയതിനു ശേഷം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം അല്ലെ. നമ്മൾ ടീച്ചിങ് ഒക്കെ നടത്തി വീണ്ടും റീടീച്ച് ഒക്കെ ചെയ്തു, പക്ഷെ നമ്മൾ പിന്നെ അടുത്ത പോർഷൻ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് എടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലെ. നമ്മൾ ഈ റീടീച്ച് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇപ്പൊ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെമഡിയൽ ടെസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടക്ട് ചെയ്ത് നോക്കണം. ഇനി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ടീച്ചിങ് ആസ് പ്ലാൻഡ് അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ടീച്ചിങ് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ഫോർമേറ്റീവ് ടെസ്റ്റ് നടത്തുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ വേണം, ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ, ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും എസ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ് മാപ്സുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യണം കേട്ടോ. അടുത്തത് യൂസസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. നമ്മൾ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനിൽ വരുന്ന സെയിം ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സെയിം കണ്ടന്റുകൾ തന്നെയാണ് യൂസസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരിക. പക്ഷേ വീണ്ടും നമ്മൾ ഇത് ഒരു സ്ലൈഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരിക. അപ്പം മെയിൻ ഫീച്ചേഴ്സ് ചോദിച്ചെടുത്ത് ചിലർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ, പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂസസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റും കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. രണ്ടും സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് വരുത്തണം.
അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ യൂസസ് ആയിട്ട് വരിക? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് തന്നെയാണല്ലേ. എന്താ നമുക്കുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് റെമഡിയൽ ടീച്ചിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെമഡിയൽ ടീച്ചിങ് കണ്ടക്ട് ചെയ്യാം, റെമഡിയൽ ടെസ്റ്റ് നടത്താം. എന്നിട്ട് ടീച്ചിങ് എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് റീടീച്ചിങ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് കുട്ടികളുടെ ലേണിംഗ് പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ എന്ത് ചെയ്യും, ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കുന്നത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം. അതായത് ടീച്ചിങ് മെത്തേഡുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും മോഡൽസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചെക്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും അല്ലെ. പിന്നെ എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ആണല്ലേ. ഒരു കുട്ടി എന്തെങ്കിലും കാരണവശാൽ പഠനത്തിൽ നിന്ന് കുറച്ചൊന്നും ഒഴുപ്പി വേറെ എന്തെങ്കിലും കളികളിലൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ ആണല്ലേ, അയ്യോ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, പിന്നെ എന്തെങ്കിലും ഒന്ന് പഠിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളെന്തെങ്കിലും പഠിക്കൂല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന് തെറ്റ് കൊടുക്കും, പ്രോപ്പറായിട്ട് കുട്ടി ആൻസർ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണല്ലേ, നല്ല രീതിക്ക് ആളെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരുടെയും മുന്നിൽ നിന്ന് സ്റ്റുഡൻസിന് ഇങ്ങനെ ചെറിയ ചെറിയ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമ്പോൾ ആളൊന്ന് മോട്ടിവേറ്റഡ് ആവല്ലേ, ഓക്കെ നാളെ അതിൽ നന്നായി പഠിച്ചു പോകണം, അപ്പൊ ടീച്ചർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടും, അങ്ങനെ ഒരു മൈൻഡ് വരൂല്ലേ. അപ്പം ഫോർമേറ്റീവ് അസസ്മെന്റ് എന്തിനു വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലേണിങ്ങിന് മോട്ടിവേറ്റ് ചെയ്യാൻ. അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്കുള്ള മോട്ടിവേഷൻ ആവാം, നെഗറ്റീവ് അതായത് ഇങ്ങനെയുള്ള പേടിച്ചുകൊണ്ടുള്ള പഠനമാവാം, എങ്ങനെയായാലും ലേണിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുക്കുകയാണ്, കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അസൈൻമെന്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ കുട്ടികൾക്ക് എന്തായിരിക്കും, ഒന്നും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മളൊരു പ്രോപ്പറായിട്ട് ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ഇയർ എക്സാം, ആനുവൽ എക്സാം ആണെന്ന് വിചാരിക്കുക. കുട്ടികൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ല, ഇത് എങ്ങനെയാ വരിക എന്ന് അറിയില്ല, എങ്ങനെയാ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ. ബട്ട് ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ടെസ്റ്റ് വെക്കുന്നുണ്ട്, യൂണിറ്റ് ടെസ്റ്റ് വെക്കുന്നുണ്ട്, ഇടയ്ക്ക് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അസൈൻമെന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയി മാറില്ലേ. അപ്പൊ അവർക്ക് അത് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, ടെസ്റ്റുകളോടൊക്കെയുള്ള ഈ ഒരു സ്ട്രെസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പേടിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, formative assessment help to inform the parent now and then about the learning progress of their works, enabling them to take necessary steps to improve their learning. ഈ ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഒരു കുട്ടിയുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് ആ കുട്ടി കുറച്ചൊന്ന് ബാക്ക്വേർഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി പഠിക്കാനെ കുറച്ച് മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേരൻസിനെ ഒന്ന് ഇൻഫോം ചെയ്യാം അല്ലെ. ആളിങ്ങനെ ചെറിയൊരു ഇത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള കാര്യങ്ങൾ കൊടുത്താൽ പേരൻസിന് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാല്ലേ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ പേരൻസിന് ഹെൽപ്പ് എന്താണ്, കുട്ടിയുടെ ലേണിംഗ് പ്രോഗ്രസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പേരൻസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റും, ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുന്നതിലൂടെ പറ്റില്ല. കാരണം ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തിയാൽ നമുക്ക് കുട്ടിയുടെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് ലെവൽ എന്താണോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് പേരന്റിനെ ഇൻഫോം ചെയ്യാനും പറ്റൂല. ഇത്രയും യൂസസ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുക എന്നുള്ളത്. പക്ഷേ സമ്മേറ്റീവ് അസസ്മെന്റ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഒരു എൻഡ് ഓഫ് എ കോഴ്സ് അല്ലെ, അല്ലെങ്കിൽ എൻഡ് ഓഫ് എ സെമിസ്റ്റർ എന്നൊക്കെ പറയാം. ഇപ്പൊ ഒരു ഇയറിന്റെ എൻഡിൽ അല്ലെങ്കിൽ സെമിസ്റ്ററിന്റെ എൻഡിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ എൻഡിൽ നടത്തുന്ന അസസ്മെന്റുകളെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എൻഡിൽ ഇങ്ങനെ അസസ്മെന്റ് നടത്തുക, ആ ഒരു കംപ്ലീറ്റ് ഇയറിൽ ആൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് മെയിൻ എന്തായിരിക്കും, ആ ഒരു സ്റ്റുഡന്റിനെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, ആളുടെ മാർക്ക് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സമ്മേറ്റീവ് അസസ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ്ങും ഡെഫിനിഷൻസ് ഒക്കെ നോക്കാട്ടോ. അസസ്മെന്റ് carried out at the end of any event, activity or process is known as summative assessment.
അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു കോഴ്സിന്റെ എൻഡിൽ നടക്കുന്ന അസസ്മെന്റുകളെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എ ടോട്ടൽ ഔട്ട്പുട്ട് അറ്റ് ദ എൻഡ് ഓഫ് എനി എഡ്യൂക്കേഷണൽ ഓർ ട്രെയിനിങ് പ്രോഗ്രാം. അല്ലെ, എഡ്യൂക്കേഷന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു ഇയറിന്റെ എൻഡിൽ നടത്തുന്ന ഒരു അസസ്മെന്റ് ആയിട്ടാണ് വരും. അതായത് ആ ഒരു കംപ്ലീറ്റ് ഇയറിൽ എത്ര ഔട്ട്പുട്ട് ആണ് വന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഡൺ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മെഷേഴ്സ് ദ എക്സ്റ്റെൻസ് ടു വിച്ച് സ്റ്റുഡൻസ് ഹാവ് അറ്റൈൻഡ് ദ ഡിസൈഡ് ഔട്ട്കംസ്. അതായത് ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു എൻഡിൽ നടത്തുന്ന പ്രോസസ് ആണ്. അതുപോലെ തന്നെ എത്രത്തോളം കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്കം, അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു, ഇപ്പൊ നമ്മൾ പറയൂലേ ഒരു സിലബസ് നമുക്കുണ്ട്, ഓരോ സ്റ്റാൻഡേർഡിനും ഓരോ സിലബസ് ഉണ്ട് അല്ലെ, അപ്പൊ ആ ഒരു സിലബസിൽ എത്രത്തോളം കുട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, സമ്മേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സമ്മേറ്റീവ് അസസ്മെന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കണം അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെമിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇയറിന്റെ ഒക്കെ എൻഡിൽ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അത് മെയിൻ ആയിട്ട് എന്താണ്, എത്രത്തോളം കുട്ടി ആ ഒരു കോഴ്സിൽ എത്രത്തോളം നോളജ് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫർമേഷൻ ആണ് ഗ്യാദർ ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കുട്ടിയുടെ ഡ്യൂറിങ് ക്ലാസ് റൂമിൽ നടക്കുന്നതല്ല, ലേണിംഗ് പ്രോഗ്രസ് ഇംപ്രൂവ് ചെയ്യും. അതായത് ലേണിങ്ങിന് എന്തെങ്കിലും പ്രോഗ്രസ് കൊടുക്കുക അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കുക, ആ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സമ്മേറ്റീവ് അസസ്മെന്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആൾ എത്രത്തോളം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ ആൾ എത്രത്തോളം ഗ്രേഡ് ഒബ്റ്റെയിൻ ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിനൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലെ. കുട്ടികൾ എത്രത്തോളം എന്താ ആ ഒരു കോഴ്സിൽ എത്രത്തോളം എത്തിയിട്ടുണ്ട്, എത്രത്തോളം അവർ അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് ചെയ്യാം, മാർക്ക് കൊടുക്കാം. അതുപോലെ നമ്മൾ ഗ്രേഡ് ഒക്കെ കൊടുക്കില്ല, അതൊക്കെ എന്താണ് സമ്മേറ്റീവ് അസസ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, ഈ സമ്മേറ്റീവ് അസസ്മെന്റ് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു ഇയർ എക്സാം, ആനുവൽ എക്സാം ഒക്കെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആനുവൽ എക്സാം നടത്തുന്നത്, അടുത്ത ക്ലാസ്സിലോട്ട് അല്ലേ, അതായത് അടുത്ത ലെവലിലോട്ട് ആരൊക്കെ എലിജിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ എന്താ, ആനുവൽ എക്സാം നടത്തും. എന്നിട്ട് ആൾ തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ ആൾ എലിജിബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. അതിനുള്ള ഒരു കാപ്പബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സെമിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത സെമിസ്റ്ററിലോട്ട് പോകാൻ ആൾ എലിജിബിൾ ആണോ എന്നാണ് നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നത്. ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റർ കണ്ടിന്യൂഷൻ ഉള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അപ്പൊ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാനും അടുത്ത യൂണിറ്റിലോട്ട് പോകാനും ആൾ ഓക്കെ ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, സമ്മേറ്റീവ് അസസ്മെന്റിൽ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ടെസ്റ്റ് ഐറ്റംസ് ഇൻ സമ്മേറ്റീവ് അസസ്മെന്റ് വേരി ഇൻ ദ ഡിഫിക്കൽറ്റി ലെവൽ. ഓക്കെ, ടെസ്റ്റ് ഐറ്റംസ് നോക്കുകയാണ് സമ്മേറ്റീവ് അസസ്മെന്റിൽ. ടെസ്റ്റ് ഐറ്റംസ് എങ്ങനെയായിരിക്കും, സിമ്പിൾ ആയതിൽ നിന്ന് കോംപ്ലക്സ് ആകുന്ന രീതിയിലോട്ടായിരിക്കും എന്ത് പോവുക, ടെസ്റ്റ് ഐറ്റംസ് പോവുക അല്ലെ. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഉണ്ടായിരിക്കും, പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഉണ്ടായിരിക്കും, പിന്നെ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിമ്പിൾ ആയത് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന കുട്ടികൾ ജസ്റ്റ് പാസ് ആയിരിക്കും അല്ലെ. പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും കുറച്ചൊക്കെ എന്താ അറ്റൻഡ് ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ മീഡിയം ലെവലിലുള്ളവരായിരിക്കും അല്ലെ. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ സോൾവ് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എന്താ എക്സലന്റ് A+ ആ ഒരു ലെവലിലോട്ട് എത്തൂലേ. അപ്പം ഓരോ കുട്ടികളെയും അവരുടെ എന്താ പറയാ കാപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഗ്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എന്താ, സ്കിൽ ലേണിംഗ് വിൽ ബി ടെസ്റ്റഡ് ത്രൂ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെ. ഇതിപ്പോ തിയറി പേപ്പേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക, മാർക്ക് അസൈൻ ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സ്കിൽ ബേസ്ഡ് ആയിരിക്കും അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ലാബുകളൊക്കെ ഉണ്ടല്ലോ, ചില പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽ ലേണിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഈ പ്രാക്ടിക്കൽ എക്സാം ലാബ് ത്രൂ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കലേ ആൾ അങ്ങനെയുള്ളതിലൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ത്രൂ ആയിരിക്കും. അതായത് മെയിൻലി തിയറി ബേസ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കും. സ്കിൽ ബേസ്ഡ് ലേണിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ത്രൂ ഒക്കെയാണ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. സമ്മേറ്റീവ് ഇവാലുവേഷന് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു മൈൻഡ് മാപ്പ് പോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെയുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, കോർഡിനേറ്റ് ചെയ്ത് എഴുതി മുകളിലോട്ടോ. നിങ്ങൾ എക്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതി പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം ഒരു മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം കേട്ടോ. സെയിം കാര്യം തന്നെയാണ്, പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ വീണ്ടും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.
അടുത്തത് വരുന്നത് ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാ യൂസസ് വരിക. ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുടെ പ്രൊഫിഷ്യൻസി എത്രത്തോളം അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ക്ലാസ്സിലോട്ട് ആളെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണോ, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെന്താ, ഒരു ആളുടെ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ജേർണി നമുക്ക് എന്ത് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഗ്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യാല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് വേറെ ആൾക്ക് നമുക്ക് ഈ ഒരു കുട്ടീനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പാരന്റ്സിനായാലും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാല്ലേ. അപ്പം അതല്ല പിന്നെന്താ, ഈ ഒരു കംപ്ലീറ്റ് ഇയറിലുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ, അതിനൊരു ഗ്രേഡ് കൊടുക്കാനും നമുക്ക് പറയില്ല, അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം അല്ലെ. അതായത് ആ ടീച്ചർ എങ്ങനെയായിരുന്നു, പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുട്ടികൾക്ക് മാർക്ക് പറഞ്ഞാൽ മേ ബി അത് കുട്ടികളുടെ മാത്രം പ്രശ്നമായിരിക്കില്ല, ചിലപ്പോഴൊക്കെ അതെന്താണ് ടീച്ചേഴ്സിന്റെ പ്രശ്നമായിട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത? കാരണം എന്തായിരിക്കും, മേ ബി ചെറിയൊരു പോർഷനൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ മേ ബി ആ കുട്ടിക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം, എക്സ്ക്യൂസുകളുണ്ട്. പക്ഷെ ഒരു ഓവറോൾ ഒരു വർഷമായിട്ടും കുട്ടിക്ക് വേണ്ടത്ര മെച്ചപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ലേണിംഗിൽ ഒരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഡിമെറിറ്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റെമഡിയൽ ആക്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് ത്രൂ പറ്റും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ഫോർമേറ്റീവ് അസസ്മെന്റ് സമ്മേറ്റീവ് അസസ്മെന്റ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇംപ്രൂവ് ചെയ്യാനൊന്നും ഇല്ല അല്ലെ. ആ കുട്ടിക്ക് വന്നിട്ടുള്ള ലേണിംഗ് ഔട്ട്കം എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുക. ഫോർമേറ്റീവ് അസസ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയായിരിക്കും? ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, വാച്ചിങ് പെർഫോമൻസ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ളതൊക്കെയാണ്. എങ്ങനെയാ ഫോർമേറ്റീവ് അസസ്മെന്റ് നടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യില്ല, അവർ തലയാട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സ്മൈൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തിട്ട് ആൾ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റില്ല. അങ്ങനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ സ്റ്റുഡൻസിനെ അസസ് ചെയ്യാം. ഇനി സമ്മേറ്റീവ് അസസ്മെന്റിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല അല്ലെ. നമ്മൾ എന്താണ്, എന്തെങ്കിലും ടെസ്റ്റ് ത്രൂ അല്ലെങ്കിൽ ഓറൽ എക്സാമോ പ്രാക്ടിക്കൽ എക്സാമോ പോർട്ട്ഫോളിയോ, അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ എത്രത്തോളം അവർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെ, മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി അതിന്റെ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് ലേണിംഗിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചറിനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് ഒക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ടീച്ചിങ്ങിലും ലേണിംഗിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതാണ് ഇപ്പോൾ CCEയിലേക്ക് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ടീച്ചിങ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെ. അപ്പൊ അതിലൊക്കെ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് CCE മെത്തേഡ് ആണ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് സമ്മേറ്റീവ് അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ, മേ ബി 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഒരു എസ്സേ ടൈപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് സെന്റൻസിലൊന്ന് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, 2 ടാബുലർ കോളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുന്നത് ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്നും ഹയർ ലെവലിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താ ജോബുകളിലൊക്കെ പ്ലേസ്മെന്റുകളിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുക അല്ലെ. അത് ട്രഡീഷണൽ സിസ്റ്റം ഇതില് അതാണ് എന്ത് ചെയ്ത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ അതായത് CCE അല്ല, നമ്മൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ബിഹേവിയറിസ്റ്റിക് മോഡൽ ആയിരുന്നു അല്ലെ. അതായത് പഠിപ്പിച്ചു കൊടുക്കുക, എക്സാം എടുക്കുക, മാർക്ക് ഇടുക, അത്രേ ഉള്ളായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ലെവലിലൊക്കെ എന്താണ് യൂസ് ചെയ്തിരുന്നത്, സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ വരുന്നത്. ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടാവും? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ല മാം, ഓക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിനെ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ അത് ഫിക്സ് ആയിണ്ടാവും. കാരണം ഈ 2 ക്ലാസ്സുകളിലായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്നുള്ള പാർട്ടാണ് അല്ലെ? ഓക്കെ. ഇനി അടുത്തതാണ് പർപ്പസ് ഓഫ് അസസ്മെന്റ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ ഈ 2 കാര്യങ്ങളും പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിലായാലും സമ്മേറ്റീവ് അസസ്മെന്റിലായാലും യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് എന്ത് വരിക, പർപ്പസ് ഓഫ് അസസ്മെന്റ് വരിക. അസസ്മെന്റ് ചെയ്യുന്നതിന്റെ പർപ്പസുകൾ എന്തൊക്കെയായിരിക്കും? അസസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ പറയും ഒരാളെ അസസ് ചെയ്യുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യും, സെൽഫ് ലേണിങ്ങിനൊക്കെ അല്ല നമ്മൾ പഠിച്ചില്ലേ, അസസ്മെന്റ് ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ്, ഓഫ് ലേണിംഗ്, ആ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ അസസ്മെന്റ് തന്നെ ചിലപ്പോൾ എന്താവാറുണ്ട്, ഒരു ലേണിങ്ങിനെ കൊണ്ടുവരാറുണ്ട് അല്ലെ? ഒരാളെ അസസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പാർട്ട് ഓക്കെ ആയിട്ടില്ല, അപ്പോൾ ആളെന്ത് ചെയ്യും, വീണ്ടും പഠിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും, അസസ്മെന്റ് തന്നെ ലേണിങ്ങിനോട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറാറുണ്ട് അല്ലെ? അസസ്മെന്റ് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ്സുകൾ അത്രത്തോളം ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് തന്നെ അവരുടെ ടീച്ചിങ് മെത്തേഡ്സുകളുടെ എഫിഷ്യൻസി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും പുതിയ മോഡൽസോ അല്ലെങ്കിൽ ടീച്ചിങ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ. സ്റ്റുഡൻസിന് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലേണിംഗ് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അസസ്മെന്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഈ സമ്മേറ്റീവ് അസസ്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പാർട്ട് യൂസ് ചെയ്യുക അല്ലെ? പിന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലും ടീച്ചിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ലേണിംഗിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് റെമഡിയൽ ആക്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് റീ ടീച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലോട്ട് കുട്ടികളെ എത്തിക്കാനൊക്കെ നമ്മൾ ഈ ഒരു അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യൂല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ, നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, കുട്ടികൾ അത് ചിലപ്പോൾ മേ ബി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടെടുക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ? അപ്പൊ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സസ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസസ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടത്തണം അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ഇത് രണ്ടും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോസസ് ആണല്ലേ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല. ടീച്ചിങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോസസ് ആണല്ലേ. നല്ലൊരു ടീച്ചർക്ക് നല്ലൊരു ലേണർ ആവാനും പറ്റൂല. അപ്പം എന്താ, അങ്ങനെയുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്യണം അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് അസസ്മെന്റിൽ വരുന്നത്. ഇനി എന്താണ് ഒരു ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു അസസ്മെന്റ് പ്രാക്ടീസ് നല്ലതാവണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിക്ക് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത് കേട്ടോ. പ്രൈമറി പർപ്പസ് ഓഫ് അസസ്മെന്റ് ഈസ് ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അല്ലെ, അസസ്മെന്റ് നമ്മൾ നടത്തുക എന്നുള്ളതിനോട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ കുട്ടീനെ അസസ് ചെയ്തിട്ട് അവനൊന്ന് കളിയാക്കണം, അതാണോ? അല്ല അല്ലെ, അവന് തീരെ പഠിക്കാത്ത കുട്ടിയാണ്, അവനെ ഒന്ന് പറഞ്ഞ് ശരിയാക്കേണ്ടതുണ്ട്, അങ്ങനെയൊന്നല്ലല്ലോ. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു അസസ്മെന്റ് നടത്തുക എന്നുള്ളതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയിൽ എന്തെങ്കിലും ലേണിങ്ങിലോ എന്തെങ്കിലും ഡിസബിലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ലേണിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ആ കുട്ടി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിന് ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കണം അല്ലെ, അവരുടെ ലേണിംഗിൽ ഒരു ഇംപ്രൂവ് ഉണ്ടായിരിക്കണം. ഓക്കെ. പ്രൈമറി പർപ്പസ് ഓഫ് ദ അസസ്മെന്റ് ഈസ് ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അസസ്മെന്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ സ്റ്റുഡൻസ് ലേൺ. അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പർപ്പസിൽ നമ്മൾ കുട്ടികൾ എന്താണ് പഠിച്ചത് എന്നുള്ളതിനെക്കാട്ടിലും കുട്ടികൾ പഠിക്കുന്ന മെത്തേഡിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ? മേ ബി ടോപ്പിക് ഒക്കെ ഓക്കെ ആയിരിക്കും, കുട്ടികൾ പഠിച്ച മെത്തേഡിലായിരിക്കും തെറ്റുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെത്തേഡ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഹൗ സ്റ്റുഡൻസ് ലേൺ എന്നുള്ളതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരിക്കണം ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ്. ഓക്കെ. പിന്നെന്താ, ഇങ്ങനെ നല്ല രീതിക്ക് നമ്മൾ അസസ്മെന്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോഴ്സിനൊക്കെ അല്ലെ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ലേണിംഗ് എന്നുള്ള പ്രോസസ്സിന് ഒരു ഗുഡ് കമ്പോണന്റ് ആയിട്ടാണ് വരിക. അതായത് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കമ്പോണന്റ് ആയിട്ടായിരിക്കണം വരേണ്ടത് അല്ലെ? പിന്നെ ദ ടൂൾ മസ്റ്റ് ബി, ഒരു മിനിറ്റ്, സ്ലൈഡ് മാറിപ്പോയി. സോറി മിസ്സായി തട്ടിപ്പോയത്. ഇനി എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ, എന്താ ഈ നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ്, ഗോള്, സ്റ്റാൻഡേർഡ്, ക്രൈറ്റീരിയ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും അല്ലെ? അതായത്
ഓൾറെഡി കുറച്ച് കാര്യങ്ങളും ഇത്ര സിലബസ് ഒരു നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ആണെങ്കിൽ ഇത്ര സിലബസ് കവർ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അതിനൊക്കെ ടൂൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അതായത് അസസ്മെന്റ് പ്രാക്ടീസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണം അല്ലെ, അല്ലാതെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിക്കുള്ളതായിരിക്കരുത് നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ആണെങ്കിൽ. കാരണം കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അസസ്മെന്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസിൽ വരുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള രീതിക്ക് മെൻഷൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ്. സ്ഥിരമായിട്ട് എസ്സേയിൽ വരുന്ന ഒരു പാർട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് കേട്ടോ. നമ്മൾ മെയിൻ ആയിട്ട് എസ്സേക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 കാര്യങ്ങളാണ് വരാറുള്ളത്, റോൾ ഓഫ് അസസ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ വരില്ല എന്നല്ല, ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു എസ്സേക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, പാർട്ട് എ പാർട്ട് ബി. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഈ 2 കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇത് നല്ല രീതിക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം കേട്ടോ. അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുടെ ലേണിംഗ് പ്രോഗ്രസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, അസസ്മെന്റ് എന്ന് പറയാല്ലേ. അപ്പൊ നമുക്കൊരു കുട്ടിയെ അസസ് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിലാകാം, മേ ബി അടുത്ത ക്ലാസ്സിലോട്ട് കുട്ടീനെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അതായത് അടുത്തൊരു ലെവലിലോട്ട് കുട്ടിയെ പാസ്സാക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്റേണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അസസ്മെന്റ് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഒരു കുട്ടിയെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഒരു കുട്ടിയെ ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് ആണ്, അതായത് അടുത്ത ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ പോട്ടെ ഇന്റേണൽ മാർക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ, ഓക്കെ അവനെ കണ്ടിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അവനൊരു 10 കൊടുക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, അതിന് കുറച്ച് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കൂലേ. എന്നിട്ട് ആ ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം അല്ലെ. അപ്പൊ കുട്ടീനെ കൊണ്ട് എന്താണ് ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ കുട്ടിയെ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഈ ഒരു അസസ്മെന്റിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മെയിൻലി 5 സ്റ്റെപ്പുകളിലൂടെയാണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോവാം. അതായത് ഈ അസസ്മെന്റിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 5 സബ് കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ ആ കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. അപ്പൊ എന്താണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരിക. അപ്പൊ എന്താ, സെലക്ഷൻ ഓഫ് മെത്തേഡ് ടു അസസ്മെന്റ് അല്ലെ. അസസ്മെന്റിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം വരിക. അപ്പം ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ടു അസസ്മെന്റ്. ഓക്കെ, ഈ ഒരു നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓക്കെ ഞാൻ ഇന്റേണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഇന്റേണൽ മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്തു. ഞാനൊരു ടെസ്റ്റ് നടത്താണ്, ഒരു ചെറിയ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഞാൻ ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ സെലക്ഷൻ ഓഫ് അസസ്മെന്റ് മെത്തേഡ് എന്നുള്ള പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, കുട്ടികളെ ഇൻഫോം ചെയ്യൂലേ, ഞാൻ ഇന്റേണൽ മാർക്ക് കൊടുക്കുന്ന, ഇന്റേണൽ മാർക്ക് ഇടാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് ഇടുന്നത് മെയിൻ ആയിട്ട് എന്തിനു ബേസ് ചെയ്തിട്ടാണ്, ഒരു ചെറിയ ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ടെസ്റ്റിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ഷെയർ ചെയ്തിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ എഴുതിയിട്ടുള്ള ആ ഒരു ആൻസർ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യൂലെ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്, കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫോർമേഷൻ. നമ്മൾ അസസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടിയിരിക്കും, പ്രോപ്പർ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിനും പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചില പ്രോപ്പർ ആയിട്ട് നമ്മൾ അങ്ങനെ കളക്ഷൻ ഓഫ് അസസ്മെന്റ് ചെയ്തു എന്നുള്ളതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. അതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്തു അല്ലെ, അതായത് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടുത്തതായിട്ട് സ്കോർ ചെയ്യേണ്ടി വരും അല്ലെ. അതായത് നമ്മൾ മാർക്കൊക്കെ ഇട്ട് കൊടുത്തു, ഓരോ ആൻസറിനും കുട്ടി എത്രയാണ് എഴുതിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും,
പ്രോപ്പർ ആയിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അല്ലെ, സ്കോറിംഗ് ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡിൽ വരുന്നത് അല്ലെ. സ്കോറിംഗ് മെത്തേഡ് ഉണ്ടാക്കണം, അതായത് ഇന്ന ക്വസ്റ്റ്യൻ ഇത്ര മാർക്കാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് നമുക്കറിയാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര മാർക്കാണ്, ഇത്ര സ്കോറാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം അല്ലെ. അപ്പൊ അതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്, ജഡ്ജ്മെന്റ് ആൻഡ് സ്കോറിംഗ് സ്റ്റുഡന്റ് പെർഫോമൻസ് അല്ലെ. അപ്പൊ ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസിൽ എങ്ങനെയാണ് സ്കോറിംഗ് മെത്തേഡ് ഒക്കെ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു മാർക്ക് കൊടുക്കുന്നതിന്റെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ടീച്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു പാർട്ടൊക്കെയാണ് എന്ത് വരുന്നത്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ജഡ്ജ്മെന്റ് ആൻഡ് സ്കോറിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ വരുന്നത് അല്ലെ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്തു, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് ഞാൻ 2 മാർക്ക് കൊടുത്തു, സെക്കൻഡ് ക്വസ്റ്റിന് ഞാൻ 3 മാർക്ക് കൊടുത്തു, അങ്ങനെ ഓരോ ക്വസ്റ്റിനും എന്ത് ചെയ്തു, നമ്മൾ മാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ ആയിട്ട് കിട്ടിയിട്ടുള്ള മാർക്കുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യൂലേ, എന്നിട്ട് ടോട്ടൽ മാർക്ക് അറിയും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രേഡോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാം അല്ലെ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരിക, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് റിസൾട്ട് അല്ലെ. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യും അല്ലെ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കാരണം ഇപ്പൊ ഞാനൊരു 2 ലൈനിന്റെ 2 സെന്റൻസിന്റെ മാർക്കിന് ഞാനൊരു 10 മാർക്ക് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ, അത് സ്റ്റുഡൻസിന് മുന്നിൽ പബ്ലിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഒരു ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ, അത് നല്ല അസസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ടിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ കൊടുക്കണം അല്ലെ. അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് മുന്നിൽ നമ്മൾ പബ്ലിഷ് ചെയ്യണം. അപ്പൊ അത് അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെന്റ്. അപ്പൊ ഇത്രയും പാർട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അസസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. അതായത് അസസ്മെന്റ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മെയിൻ ആയിട്ട് 5 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ആ 5 കാറ്റഗറീസിൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനുണ്ട്. അങ്ങനെ ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് നടത്തിയിട്ടുള്ള അസസ്മെന്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം അല്ലെ, അതായത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെലക്ഷൻ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റിൽ, അതായത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇന്റേണൽ മാർക്ക് ഇടണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എക്സാം എന്നുള്ള ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏത് മെത്തേഡാണ് ഞാൻ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ടോപ്പിക്കുകളാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വി ഹാവ് ടു ഡിസൈഡ് വിച്ച് ടൂൾസ് ഓർ മെത്തേഡ്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ അസസ്മെന്റ് അല്ലെ. ഒരു അസസ്മെന്റ് നടത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്, അല്ലെങ്കിൽ ടൂളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൂൾ, അല്ല നമ്മൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെത്തേഡ്. ടൂളും മെത്തേഡും ഡിഫറെന്റ് ആണ് അല്ലെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ടൂൾ എന്തായിരിക്കണം, ദിസ് മെത്തേഡ് മസ്റ്റ് ബി അഗ്രിമെന്റ് വിത്ത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടാസ്ക് ഓർ കണ്ടന്റ് ടു ബി തോട്ട് അല്ലെ. നമുക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കണ്ടന്റിന് അഗ്രി ചെയ്യുന്ന രീതിക്കുള്ള മെത്തേഡ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കുട്ടീന്റെ പങ്ക്ച്വാലിറ്റി നമുക്ക് മെഷർ ചെയ്യണം. ഞാൻ കുട്ടീനോട് പറയാം, നീ ഒന്ന് 2 റൗണ്ട് ഒന്ന് ഓടിക്ക്, അല്ലെങ്കിൽ നീ ഒരു 10 പ്രാവശ്യം ജമ്പ് ചെയ്തേ, ഞാൻ നിന്റെ പങ്ക്ച്വാലിറ്റി ഒന്ന് മെഷർ ചെയ്യട്ടെ. അങ്ങനെയാണോ മെഷർ ചെയ്യുക? അല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൂൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ ഒരാളുടെ പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആളെ കൊണ്ട് ഓടിപ്പിക്കുകയും ചടിപ്പിക്കുകയും വേണ്ടേ? അല്ല അല്ലെ, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആളെ നമ്മൾ റെഗുലർ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്ലാസ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഏത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ പങ്ക്ച്വാലിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളോട് ഓടാനും ചാടാനും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഓരോന്നിനും അഗ്രിമെന്റിൽ വരുന്ന അല്ലെങ്കിൽ ഓരോന്നിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെത്തേഡ്സുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ ഓഫ് മെത്തേഡ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ട് വേറെ എന്തെങ്കിലും സൂട്ടബിൾ അല്ലാത്തൊരു മെത്തേഡ് വെച്ചിട്ട് ആളെ നമ്മൾ എന്ത് ചെയ്യാണ്,
അസസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അസസ്മെന്റ് എന്താകില്ല, പ്രോപ്പർ ആയിട്ട് നടക്കില്ല അല്ലെ. ആ ഒരു കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദ ടൂൾ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് അസസിംഗ് ദ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ആസ് ഫോൾ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എന്തായിരിക്കണം, ലേബറേറ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിരിക്കണം. ആളെ എന്താ പറയാ, ആളുടെ ലേണിംഗിന്റെ എക്സ്പീരിയൻസ്, കേപ്പബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൂൾ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, the tool that we selected must be suitable to the background or prior experience of the students. അല്ലെ, അത് നമ്മൾ സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. നമ്മൾ 2ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ആളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടീന്റെ ടോപ്പിക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് നമ്മൾ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഫോർ സ്റ്റുഡൻസ് ഹു ഡസ് നോട്ട് നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് കനോട്ട് ആൻസർ വെൻ ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിന് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള ടൂൾസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇംഗ്ലീഷ് അറിയാത്ത ഒരു കുട്ടീനോട് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, അതായത് ആ കുട്ടി പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടി നമ്മൾ ഇംഗ്ലീഷ് അറിയാത്ത കുട്ടീനെ കൊണ്ട്, അതായത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടീനെ കൊണ്ട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എപ്പോഴും എന്തായിരിക്കണം, ആ ഒരു സ്റ്റുഡന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിനും ആളുടെ പ്രിയർ എക്സ്പീരിയൻസിനൊക്കെ സ്യൂട്ടബിൾ ആവുന്ന രീതിക്കുള്ള ടൂൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മളൊരു നല്ല രീതിക്കുള്ള ഒരു അസസ്മെന്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരൊറ്റ ടൂളിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത്. ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താ, എനി ടൂൾ ദാറ്റ് ഈസ് അഡോപ്റ്റഡ് ഷുഡ് നെവർ കോസ് എനി ഇമോഷണൽ ഡിസ്റ്റർബൻസ് ടു ദി ചൈൽഡ്. ഇറ്റ് ഷുഡ് ബി നെവർ ബിക്കം എ കോൺട്രോവേഴ്സി. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാണ്, ഒരു അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഫാമിലി സിറ്റുവേഷനൊക്കെ കളിയാക്കുന്ന രീതിക്കുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് അത് ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല അല്ലെ. ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഫീൽ ആവുകയാണെങ്കിൽ അവർക്ക് മേ ബി എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, ഒരു ടൂള് യൂസ് ചെയ്തപ്പോൾ ആളെന്തെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്ക് നമ്മൾ ആളെന്തെങ്കിലും എന്താ ഒരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് അവിടെ നടക്കില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്തായിക്കോട്ടെ അത് എന്ത് ചെയ്യരുത്, കുട്ടിയുടെ ഇമോഷണൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിക്ക് ആകരുത്. നമ്മൾ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള രീതിക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ടൂള് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡന്റ് ഉള്ള ക്ലാസ് റൂം ആണെങ്കിലും ആ കുട്ടീനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ടൂൾ സെലക്ട് ചെയ്യാൻ. അല്ലാതെ നമ്മളൊരു ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് തോന്നരുത് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായതുകൊണ്ടാണല്ലോ എനിക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു ലെവലിൽ വരരുത്. അപ്പൊ നമ്മൾ എല്ലാവരുടെയും ഇമോഷണൽ രീതിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ വിട്ടിട്ടുള്ള കുട്ടികളെ കളിയാക്കുന്ന രീതിക്കുള്ള ടൂൾസ് ഒന്നും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ടൂൾസ് അവരെ കളിയാക്കുന്ന രീതിക്ക് ആവരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു അസസ്മെന്റിനുള്ള ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു അസസ്മെന്റിനുള്ള ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത്, നമ്മളിപ്പോ മെത്തേഡ് ഒക്കെ സെലക്ട് ചെയ്തു, കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഞാനൊരു എക്സാം നടത്താണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ എക്സാം നടത്തി കുട്ടികളെ ആൻസർ ഷീറ്റ് നമ്മൾ കളക്ട് ചെയ്യാനല്ലേ. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത് കേട്ടോ. പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫോർമേഷൻ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ കുട്ടികളോട് പറയണം അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കളക്ട് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ഇത് ഇട്ടിട്ടില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ദിസ് ഇൻഫോർമേഷൻ വിൽ ബി യൂസ്ഡ്. അതാണ് കേട്ടോ, ഹൗ ദിസ് ഇൻഫോർമേഷൻ വിൽ ബി യൂസ്ഡ് എന്നാണ് ഉദ്ദേശിച്ച് സ്പേസ് വിടാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ പറയണം നാളെ എക്സാം ഉണ്ടായിരിക്കും എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോയി.
അപ്പൊ കുട്ടികൾ വിചാരിക്കും മേ ബി മിസ് വെറുതെ മിസ്സിന് നേരമ്പോക്കിന് വേണ്ടി വെറുതെ ഒരു എക്സാം നടത്തിയതാന്ന് വിചാരിക്കൂലേ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റേണൽ മാർക്ക് കൊടുക്കുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ത്, ഞാൻ നാളെ ഒരു എക്സാം നടത്തും, ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഇടുക, അതിന് ഇത്ര സ്കോർ നിങ്ങൾ എന്താ പറയാ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഈ ഒരു പോർഷൻസ് ഒക്കെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുക. ഈ ഒരു പാർട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. അതിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ടൈപ്പിന് ഞാൻ 1 മാർക്കാണ് തരിക, സെക്കൻഡ് ടൈപ്പിന് 5 മാർക്സ് ആണ്. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വൈ അസസ്മെന്റ് ഇൻഫർമേഷൻ ഈസ് ബീങ് കളക്റ്റഡ് ആൻഡ് ഹൗ ദിസ് ഇൻഫർമേഷൻ വിൽ ബി യൂസ്ഡ്. അതായത് എന്തിനാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്, എന്തിനാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുത്തിരിക്കണം. ഓക്കെ, അത് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആൻഡ് കൺസിസ്റ്റന്റ് ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡന്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ അല്ലെ. നമ്മളിപ്പോ ഈ ഒരു കാര്യം ടെസ്റ്റിന് വെച്ച് മാത്രം നിങ്ങൾ ചെയ്യരുത് കേട്ടോ. മേ ബി ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഒബ്സർവേഷൻ എന്നുള്ളതായിരിക്കണം. അപ്പൊ ആ ഒരു ഒബ്സർവേഷൻ എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സ്റ്റുഡൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതായത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഇന്റലിജന്റ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് അതിന് ടെസ്റ്റ് കൊടുക്കും. പങ്ക്ച്വാലിറ്റി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആള് നമ്മൾ ഒബ്സർവ് ചെയ്യില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒബ്സർവ് ചെയ്തു, അപ്പൊ ആള് ഓക്കെ അവന് നേരത്തെ വന്നിട്ടുണ്ട്, അപ്പൊ ആള് നല്ല പങ്ക്ച്വലാണെന്ന് പറഞ്ഞ് ഞാൻ ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ. എന്ത് ചെയ്യണം, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരേണ്ട മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, സഫീഷ്യന്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇനഫ് ടൈം മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ സബ്മിറ്റിംഗ് എ വർക്ക് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു വലിയ അസൈൻമെന്റ് കുട്ടികൾക്ക് കൊടുക്കാൻ, നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയാം. അത് പ്രോപ്പർ ആയിട്ടുള്ളതാണോ, പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ് ആണോ, അല്ല അല്ലെ. ഞാൻ സെലക്ഷൻ ഓഫ് മെത്തേഡ് എന്നുള്ളതിൽ ഞാൻ അസൈൻമെന്റ് ചൂസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് സെൽഫായിട്ട് ഞാൻ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഒരു അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടൈമും ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഞാൻ എന്ത് കൊടുക്കണം, ആ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അസസ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലിയർ കംപ്ലീറ്റ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദ കംപ്ലീഷൻ ഓഫ് വർക്ക് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു അസൈൻമെന്റുകളൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് കുട്ടികളോട് വേണമെങ്കിൽ എനിക്ക് പറയാം, ഈ അസസ്മെന്റിന്റെ ടോപ്പിക്കുകളൊക്കെ, ഈ അസൈൻമെന്റിന്റെ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് റെഫർ ചെയ്താൽ കിട്ടും കേട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ ഈ ഒരു പോർഷൻ ആണ് കേട്ടോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതണം. അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്ത് കൊടുക്കണം, ഡയറക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ടു ബി അസസ്ഡ് മസ്റ്റ് ബി കോൺക്രീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ അസസ്മെന്റ് അല്ലെ. അപ്പം നമ്മൾ പറയാ നീറ്റ്നെസ്സിന് മാർക്ക് ഉണ്ട്, ഞാൻ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് അസസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കുട്ടികളായിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഫസ്റ്റ് മാർക്കിന് ഒരു 5 സെന്റൻസിൽ എഴുതിയാൽ മാത്രമേ ഞാൻ ഫുൾ മാർക്ക് ഇട്ട് തരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കില്ല. അതായത് ഓരോ ആൻസർ നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ കുട്ടികളായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് നീറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ മാർക്ക് ഇടൂ കേട്ടോ. നല്ല രീതിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നീറ്റ് ആയിട്ട് എഴുതിയാൽ ഞാൻ എക്സ്ട്രാ മാർക്ക് ഇടൂ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പോഴാണ് എന്ത് ചെയ്യുക, നല്ലൊരു അസസ്മെന്റ് എന്നുള്ള രീതിക്ക് ഇത് നടന്നു പോവാം. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് വരുന്നത്, അൺആന്റിസിപ്പേറ്റഡ് സർക്കംഫറൻസസ് ദാറ്റ് ഇന്റർഫിയർ വിത്ത് ദ കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി നോട്ടഡ് ആൻഡ് റെക്കോർഡഡ് അല്ലെ. അപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ ഒരു എന്താ അസസ്മെന്റ് നടത്താനും ആ ഒരു അസസ്മെന്റിനെ നമ്മൾ നടത്തുന്ന ആ അസസ്മെന്റിനെ ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. നോട്ട് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പൊ പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു മെത്തേഡൊക്കെയാണ് നമ്മൾ അസസ്മെന്റിൽ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റുഡന്റിന്റെ കംപ്ലീറ്റ് ഡാറ്റ നോക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തപ്പോൾ ആൾക്ക് ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ആൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കണം, ചിലപ്പോൾ ആൾ എന്തെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുന്നതൊക്കെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആളുടെ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിലോട്ട് എത്തുന്നതിനെ ഇല്ലാതാക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് സ്റ്റുഡന്റ് നോ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ദിസ് ഇൻഫർമേഷൻ ആണ് യൂസ്ഡ് പോയിന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണല്ലേ, എന്താണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു അസൈൻമെന്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് ഈ ഒരു ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതായിട്ട്. എന്താ, വൈ അസസ്മെന്റ് ഇൻഫർമേഷൻ ഈസ് ബീങ് കളക്ടഡ് ആൻഡ് ഹൗ ദിസ് ഇൻഫർമേഷൻ വിൽ ബി യൂസ്ഡ്. അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസസ്മെന്റ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ടാണ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു, നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് സ്കോർ ചെയ്യും അല്ലെ. ഓരോ ഇതിനും നമ്മൾ എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് ടീച്ചേഴ്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്ത് വരിക അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് ആൻസർ പേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, ആ സ്കോർ, ആ ഓരോ ആൻസറിനും ആൾ എത്ര സ്കോറാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് ചെയ്യാൻ. അതായത് ഓരോ ആൻസറിനും നമ്മൾ മാർക്ക് ഇടുന്ന പ്രോസസ്സാണ് വരിക. അപ്പം അങ്ങനെ മാർക്ക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് അങ്ങനെയുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ അതിൽ മിസ്റ്റേക്സുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പേഴ്സണൽ ഇതൊന്നും വരാൻ പാടില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് ചില കുട്ടികളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ അസസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പേഴ്സണൽ ബയാസ് കാര്യങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. അസസ്മെന്റ് റിലേറ്റഡ് ടു ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. എന്താ, അപ്രോപ്രിയേറ്റ് സ്കോറിംഗ് മെത്തേഡ് ഷുഡ് ബി പ്രിപ്പയർഡ് അല്ലെ. ഓരോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏത് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ സെന്റൻസ് എഴുതുന്ന ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് 5 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്സ് ഒന്നും കൊടുക്കരുത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കോറിംഗ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ബിഫോർ അസൈനിങ് ദം വർക്ക് സ്റ്റുഡന്റ് ഷുഡ് ബി ഇൻഫോംഡ് ഹൗ ദിയർ റെസ്പോൺസ് വിൽ ബി സ്കോർഡ്. എത്രയാണ് ഓരോന്നിനും ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് വെച്ചാണ് അവർക്ക് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്, ചിലപ്പോൾ കുട്ടികൾക്ക് അറിയണ്ടായിരിക്കില്ല ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് ആണ്, അതിന് 10 മാർക്ക് ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് അറിയണ്ടായിരിക്കില്ല. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ 2-3 സെന്റൻസിലൊക്കെ മേ ബി അത് ആൻസർ ചെയ്ത് വെക്കൂലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ എക്സാമിലാണെങ്കിലും TNT നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എന്താ, നിങ്ങൾക്ക് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 മാർക്സ് ആണ്, അതിന് നിങ്ങൾ ഇത്ര പേജസ് കവർ ചെയ്യണം, അതിന് 6 പേജസ് അല്ലെങ്കിൽ 3 പേപ്പർ നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് നമുക്ക് TNT വ്യക്തമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ആണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം എത്രയാണ് നമ്മൾ അവർക്ക് ഓരോ ക്വസ്റ്റ്യനും കൊടുക്കുന്ന മാർക്ക്, അതിൽ എത്രയാണ് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ആർ irrelevant to the purpose should not influence the result അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഒരു അസസ്മെന്റ് പ്രാക്ടീസുമായിട്ട് റെലവെന്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമ്മളിപ്പോ സ്കോർ ചെയ്യുന്ന സമയത്ത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലേ ഇപ്പം എന്താ, നമ്മള് ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് 2-3 മാർജിനൊക്കെ വരച്ചിട്ട് സൈഡിൽ ഒരു പൂവൊക്കെ വരച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആൾക്ക് എന്ത് ചെയ്യരുത്, കൂടുതൽ മാർക്ക് കൊടുക്കരുത് അല്ലെ. നീറ്റ്നെസ്സിന് നമ്മൾ നോക്കി മാർക്ക് ഇടുന്നതാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് ആൻസർ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇറലവെന്റ് ഇല്ലാത്ത കാര്യങ്ങൾ, ഇറലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ റിസൾട്ടിനെ ബാധിക്കരുത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോയിന്റിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് an opportunity to appeal the result must be given to the child അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, ജഡ്ജ് ചെയ്ത് സ്കോർ ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മാർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. അതായത് കുട്ടികൾക്ക് അതിന് എന്തെങ്കിലും ഓപ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം,
ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ജഡ്ജിങ് ആൻഡ് സ്കോറിംഗിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു സമ്മറൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു എക്സാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റിനും നമ്മൾ മാർക്ക് പ്രൊവൈഡ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ മാർക്ക് ഒന്ന് കൂട്ടും, പിന്നെ അതിന് നമ്മൾ ഗ്രേഡ് അസൈൻ ചെയ്യൂലേ. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് സമ്മറൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഇങ്ങനെ എന്ത് ഇരിക്കണം എന്നില്ല, സ്കോർ ആഡ് ചെയ്യണം എന്നായിരിക്കണം എന്നില്ല. ഓരോ ടൂളും നമ്മൾ ഏത് മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ വരും അല്ലെ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള അസസ്മെന്റുകളിൽ സമ്മറൈസേഷനും ഇന്റർപ്രിട്ടേഷനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് എന്തുണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അസസ്മെന്റ് റിസൾട്ട് ഷുഡ് ബി ആക്യുറേറ്റ് വൈൽ ദേ ആർ സമ്മറൈസ്ഡ് അല്ലെ. നമ്മളത് സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ അക്യുറേറ്റ് ആയിട്ട് സമ്മറൈസ് ചെയ്യണം. നമ്മൾ തെറ്റുകളും കാര്യങ്ങളും ഒന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ ഒരു ഒബ്സർവ് ചെയ്യണം, കുട്ടിയുടെ ഇന്റലിജന്റ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുവരെ മേ ബി ഇന്റലിജന്റ് ഒക്കെ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്ത് നമ്മളൊരു റിസൾട്ട് കൊടുക്കുമ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇന്റർപ്രിട്ടേഷൻ ഷുഡ് ബി ജസ്റ്റിഫയബിൾ അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മളിപ്പോൾ കുട്ടിനെ ഒബ്സർവ് ചെയ്തിട്ട് ആളുടെ എന്തെങ്കിലും ഒരു കാറ്റഗറി, ഇപ്പൊ പങ്ക്ച്വാലിറ്റി ഒക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കില്ല. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഒരു വേർഡ്സ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്തായിരിക്കണം, ജസ്റ്റിഫയബിൾ ആയിരിക്കണം. നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കണം. While interpreting background and learning experience of the student should also be considered അല്ലെ. എന്താ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കുട്ടിയുടെ പങ്ക്ച്വാലിറ്റി നമ്മൾ മെഷർ ചെയ്യാണ്. ആൾ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണെന്ന് വിചാരിക്കാം, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പറയണേ ആളെന്നും 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരിക. അങ്ങനെ നമ്മൾ ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കൺസിഡർ ചെയ്യണം. ആ കുട്ടിയുടെ ലേണിംഗ്, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒക്കെ ആണെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടിയെ ഇപ്പൊ പങ്ക്ച്വാലിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡൻസിനും ഡിഫറെന്റ് ആയിരിക്കും. കാരണം എല്ലാ ഒരു ടൈമിൽ ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ വരുന്ന ആൾ മാത്രമാണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഓരോ പേഴ്സൺ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെറിയൊരു കൺസിഡറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓരോ സ്റ്റുഡൻസിന്റെയും ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദ ലിമിറ്റേഷൻസ് ആൻഡ് പ്രോബ്ലം encountered by the learner while doing the work should be considered അല്ലെ. ചിലപ്പോൾ എന്തായിരിക്കണം എന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഒരു വർക്ക് ഫിനാൻഷ്യലി നല്ല കഴിയുന്ന ഒരു കുട്ടി എന്ത് ചെയ്തു, നല്ല നീറ്റായിട്ട് അതിൽ കുറച്ച് ആർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. പക്ഷെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് മേ ബി അത്ര കളേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സമ്മറൈസേഷൻ നടത്തുമ്പോൾ ആള് നല്ല വിലയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമ്മളൊരു സമ്മറൈസേഷൻ നടത്തിയത് നമ്മൾ സ്റ്റുഡൻസിന്റെ ലിമിറ്റേഷൻസും അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അവരുടെ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആൾ എത്രത്തോളം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ആൾക്ക് കിട്ടുന്ന ഒരു ഇപ്പൊ ഒരു പഠിക്കുകയാണെങ്കിൽ ആൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സിൽ നിന്ന് ആൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇന്റർപ്രിട്ടേഷൻ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ അതോറിറ്റി. അതായത് ഓരോ സ്കൂളിന് എന്ത് ഉണ്ടായിരിക്കും, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കില്ല. അതായത് ഇത്ര മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ മാത്രം പാസ്സായാൽ മതി, അങ്ങനെ ഉണ്ടായിരിക്കില്ല. എക്സാംസിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആള് നല്ലോണം പഠിച്ചെങ്കിൽ കുട്ടീനെ ഈ എക്സാമിന് മാർക്ക് പറഞ്ഞതാണ്, കുഴപ്പമില്ല, ആൾക്ക് കുറച്ച് ഏറെ ഇട്ട് കൊടുക്കാം, അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഓരോ മെത്തേഡ്സിനനുസരിച്ചിട്ടാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ പങ്ക്ച്വാലിറ്റി ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും നീറ്റ്നെസ് ആയിരിക്കും നോക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നല്ല പുവർ ആണ് കുട്ടി, ചെറിയ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ എന്തല്ല ആള് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന നമ്മുടെ ടെസ്റ്റ് ഐറ്റംസിൽ അത് യൂസ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളാണെന്ന് വിചാരിക്കുക, ആ സ്കൂൾ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ. അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൻ വൈൽ റെക്കോർഡിംഗ് ദ ഡാറ്റ അല്ലെ. നമ്മൾ ഇന്റർപ്രിട്ടേഷനും സമ്മറൈസേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ നമ്മളതൊരു ഒരു ഫയലിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇപ്പം റിസൾട്ട് ആണെങ്കിൽ നമ്മളത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. അപ്പൊ അങ്ങനെ റിസൾട്ടുകളൊക്കെ നമ്മൾ ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. 1-2 തവണ നമ്മൾ എന്ത് ചെയ്യണം, എന്ന് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ളതല്ലേ എന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതുകൊണ്ട് ഒരു ഇഷ്യൂ ആകരുത്തില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സമ്മറൈസേഷന്റെ പാർട്ടിൽ
ശ്രദ്ധിക്കേണ്ടത്. സമ്മറൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ലാസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ, അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാം ആണെങ്കിൽ ആ കുട്ടി പാസ് ആയിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ബോർഡിലൊക്കെ ഇടും അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേരൻസിന് കൊടുക്കണം. എന്തെങ്കിലും ഒരു പാരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ട് പേരൻസുമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അതിനെ ഒരു ഫോർമാറ്റിൽ നമ്മൾ അതിനാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ വരുന്നത്. റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ എ സ്കൂൾ ഷുഡ് ബി ഗൈഡഡ് ബൈ റിട്ടേൺ പോളിസി അല്ലെ. അപ്പൊ എന്താ, അപ്പോൾ ഇതുപോലെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓരോ സ്കൂളിനും അവരുടേതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പോളിസിനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു പോളിസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്. റിട്ടേൺ ഓറൽ റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു വിച്ച് അസസ്മെന്റ്സ് ആർ റെഫറൻസ്ഡ് അല്ലെ. നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഫെയിൽ ആയിട്ടുള്ളത്, ഇത്ര മാർക്സ് സോൾവ് ചെയ്തിട്ടുള്ളവരാണ് പാസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്റ്റീവ്സ് അത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു അസസ്മെന്റ് പ്രാക്ടീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഷുഡ് കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, വീക്ക്നെസ്സോ അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി ഒക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി അതിനെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണം. ഓക്കെ, അസസ്മെന്റ് റിപ്പോർട്ട് ഷുഡ് ബി ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് ഓഫ് പ്രാക്ടിക്കൽ വാല്യൂ. ഓക്കെ, ഇതിലെന്താ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് ക്ലിയർ ആയിട്ടിരിക്കണം, അക്യുറേറ്റ് ആയിട്ടായിരിക്കണം, നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഔട്ട്കമ്മിനാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാകുന്ന രീതിക്കുള്ള ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ഒരു റിപ്പോർട്ടായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. An appeal process should be described അല്ലെ. അതായത് എന്താ, നമ്മളിപ്പോ ഒരു റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തു, ഒരു കുട്ടി അതിൽ തോറ്റു, അപ്പൊ ആ കുട്ടി പറയണ അല്ല എനിക്ക് എന്ത് ചെയ്യുന്നു, ഇതിലേറെ മാർക്ക് കിട്ടേണ്ടതാണ്, ഞാൻ ജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്പീലിനുള്ള ഒരു അവസരം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി എന്ത് ചെയ്യണം, അതിനുള്ള ഒരു റിട്ടേൺ പോളിസിയിൽ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. An appeal process should be described. കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ട് എന്ന് സ്റ്റുഡൻസിന് അപ്പീൽ ഉണ്ടെങ്കിൽ അതിനും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള റിപ്പോർട്ട് ആയിരിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് റിട്ടേൺ പോളിസിനെ ബേസ് ചെയ്തായിട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞില്ല, ആ ഒരു റിട്ടേൺ പോളിസിയിൽ ഈ അപ്പീലിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റിപ്പോർട്ടിംഗ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ഡിസ്കഷൻ എമംഗ് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്. എന്താ, ഈ ഒരു റിപ്പോർട്ടിംഗിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പാരന്റ്സ് മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ക്ലാസ്സിൽ വെച്ചിട്ട് സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ പാരന്റ് ആയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അണ്ടിൽ ദ റിപ്പോർട്ട് ഓർ റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ് അല്ലെ. റിസൾട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് വരെ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണം, വെക്കണം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകണം, നമ്മൾ നല്ല വിളിച്ചിട്ട് പറയാം ഈ പാസ്സായി കേട്ടോ, അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇല്ല അല്ലെ. എല്ലാവർക്കും ഒരൊറ്റ ടൈമിൽ വേണം എന്ത് ചെയ്യാൻ, റിസൾട്ട് ഔട്ട് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത കുറ്റകേടുള്ള എന്തെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരോട് പറയാം ഈ ഇങ്ങനെ കളിക്കാത്ത എന്റെ എക്സാം പേപ്പറിൽ കാണാനുണ്ട്, ആ ഒരു ലെവലിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ ആസ് എ ഗുഡ് ടീച്ചർ നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അതെന്ത് ചെയ്യാം, അതൊക്കെ കുട്ടികളുടെ ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാവരും മുന്നിൽ പറയുമ്പോൾ അവർക്ക് അതൊരു ഫീൽ ആവുന്ന രീതിക്കൊക്കെ ആവാം. അപ്പൊ റിപ്പോർട്ടിങ്ങിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എല്ലാവർക്കും ഒരുമിച്ച് അറിയുന്ന രീതിക്കായിരിക്കണം ഈ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നല്ലൊരു അസസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാന്, നല്ലൊരു അസസ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാലേ നമ്മുടെ ഈ ബേസിസ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് എന്താണ് അസസ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് മെഷർമെന്റ്, എന്താണ് ഇവാലുവേഷൻ, അസസ്മെന്റ്, മെഷർമെന്റ്, ഇവാലുവേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, റോൾസ് ഓഫ് അസസ്മെന്റ് പഠിച്ചു. അസസ്മെന്റിന് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ എന്തൊക്കെ റോളാണ് ഉള്ളതെന്ന് പഠിച്ചു. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പർപ്പസ് ഓഫ് അസസ്മെന്റ് പഠിച്ചു.
പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അസസ്മെന്റ് പഠിച്ചു, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് അതിന്റെ ഇടയിൽ നമ്മൾ പഠിച്ചില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നാളെ നമ്മൾ ഒരു നല്ല ടീച്ചേഴ്സ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്കൊരു ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ ഈ അസസ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടീച്ചിങ്ങിനെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസും നിങ്ങളുടെ ടീച്ചിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് എന്താ പറയാ നല്ല രീതിക്ക് തന്നെ നിങ്ങളോട് ആശംസിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.